എൻ്റെ പേര് മംഗ്ലേഷ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വെൽടെക് എക്യുപ്മെന്റ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്കുകളാണ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ചെറക്കൽപ്പടിയിൽ നിന്ന് കാഞ്ഞിരപ്പുഴ റോഡ്, കാഞ്ഞിരം പറഞ്ഞ ഭാഗത്ത് ഒറ്റശ്ശേരി സ്കൂളിൻ്റെ തൊട്ടടുത്ത് കുമ്പളഞ്ചോല റോഡ്, അവിടെയാണ് എൻ്റെ സ്ഥാപനം ഇപ്പോൾ ഉള്ളത്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചൺ എക്യുപ്മെന്റ്സ്, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ വീടുകൾക്കുള്ള ഡൈനിങ് ടേബിള്, ടീപ്പോയി, എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഐറ്റംസ്, ലക്ഷറി മോഡൽ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പറഞ്ഞ നിലവിൽ നമ്മുടെ ഭാഗത്ത് 2 ഗ്രേഡ് സ്റ്റീലാണ് കിട്ടുന്നത്. 202 പറഞ്ഞ ഗ്രേഡും 304 പറഞ്ഞ ഗ്രേഡും. അതിൽ ഹോസ്പിറ്റൽ, ഹോട്ടൽ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും യൂസ് ചെയ്യുന്നത് 304 പറഞ്ഞ ഗ്രേഡാണ്. പിന്നെ വീടുകളിൽ ഹാൻഡ് റെയിൽ കാര്യങ്ങൾ ഇന്നറിൽ വരുന്നത്, ഉൾഭാഗങ്ങളിൽ വരുന്നത് പെട്ടെന്ന് ടെസ്റ്റും കാര്യങ്ങളൊന്നും കയറി പിടിക്കാതിരിക്കണം ഭാഗങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യണതാണ് 202 പറഞ്ഞ ഗ്രേഡ്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ട്രോളി കാര്യങ്ങൾ, സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ബെഡ്, പിന്നെ അതുപോലെ അവർക്ക് ടാബ്ലറ്റ്സ് കാര്യങ്ങളെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ്, അങ്ങനെ പല ഐറ്റംസും വരാറുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് വരുന്നത് ബർണർ റേഞ്ച് കാര്യങ്ങൾ, സ്റ്റീമർ, ബെയിൻമേരി ഐറ്റംസ്, ടേബിളുകൾ, പിന്നെ മിക്സിങ് ഐറ്റംസ്, മിക്സിങ് മെഷീനറീസ് വരുന്നുണ്ട്. പിന്നെ അവർക്ക് വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്യാനുള്ള ട്രോളി കാര്യങ്ങൾ, അങ്ങനെ ഐറ്റംസൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. സാധാരണ കൂടുതലായിട്ട് 304 ഗ്രേഡിൽ വരുന്ന ഐറ്റംസാണ് യൂസ് ചെയ്യാറ്. പിന്നെ കൂടുതലായിട്ട് അറിയണത് ഒരേ കസ്റ്റമറോട് വന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ പല ആൾക്കാരോട് പറയുന്നു, പിന്നെ അവർ വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒലവക്കോട് തൊട്ട് പെരിന്തൽമണ്ണ വരെ പല പ്രാവശ്യമായിട്ട് സഞ്ചരിച്ച് നോക്കിയതാണ്. അവിടെ എവിടെയും ഈ സ്റ്റീലിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഷോപ്പുകൾ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫർണിച്ചർ ബേസ് വെച്ച് ഞാൻ നോക്കിയ സമയങ്ങളിലും എല്ലാം വുഡിൻ്റെയും അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചല്ലാതെ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ വെച്ച് എവിടെയും അതും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് എനിക്കിവിടെ ഒരു സ്ഥാപനം തുടങ്ങി പറഞ്ഞാൽ വിജയിക്കുന്നത് ഏറ്റവും വലിയ പ്രതീക്ഷ വന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്കൊരു ഐഡിയ അവരുടെ മനസ്സിലുണ്ടാവും, അത് നമ്മളോട് പറയും, അത് നമ്മൾ അതേപോലെ അവർക്ക് ഡിസൈൻ ചെയ്യും. ചില സമയങ്ങളിൽ അവർക്ക് ഇങ്ങനെയല്ല, ഒന്നുകൂടി മാറ്റം വരുത്തണം പറഞ്ഞാൽ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഓക്കെയതിന് ശേഷം മാത്രമാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കൂടുതൽ എൻ്റെ വർക്കുകൾ വരുന്നത് കോഴിക്കോട് ഭാഗങ്ങളിലേക്കാണ്, കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ പെരിന്തൽമണ്ണ, കൊടക്കാട്, ഒലവക്കോട് ഭാഗത്തേക്ക് കുറച്ച് ഐറ്റംസ് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് പോയിട്ടുണ്ട്, ഹോട്ടലിൽ ബേസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് പോയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ പോയിട്ടുണ്ട്, ടീപ്പോയി ഐറ്റംസ് പോയിട്ടുണ്ട്. വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയ ഒരു സ്ട്രക്ചർ വർക്കായിരുന്നു. കോഴിക്കോട് ഒരു തുണിക്കട, ഞാൻ അതിൻ്റെ പേര് പറയണില്ല, അതിൻ്റെ ബാക്കിലായിരിക്കും ഒരു ഗോഡൗൺ ചെയ്യണം വേണ്ടിയിട്ട് അവിടുത്തെ ഇൻഡസ്ട്രിക്കാർ കുറേ ഒഴിവായി പോയൊരു വർക്കായിരുന്നു. അത് അവരെന്നെ വിളിച്ച് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ഞാൻ ചെയ്തു കൊടുത്തു. ഇൻഡസ്ട്രിയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 16 വർഷം ആയിട്ടുണ്ടാവും. 18 വയസ്സിൽ ഞാൻ ഇറങ്ങിയതാണ് ഈ ഫീൽഡിൽ. അന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ വർക്കിനെ കുറിച്ചിട്ടും, വെൽഡിങ് കാര്യങ്ങൾ, അതിൻ്റെ സെറ്റിങ്, ഫാബ്രിക്കേഷൻ, പിന്നെ ഓരോ ബേസിക് മെത്തേഡുകളുണ്ട്, അത് അങ്ങനെയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട്. ഇപ്പോൾ ടീപ്പോയി ഡൈനിങ് ടേബിൾ പറഞ്ഞാൽ ലക്ഷറി ടൈപ്പാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ, നമ്മുടെ അടുത്തവിടെ ഇതിൻ്റെ ഐറ്റംസ് കിട്ടുന്നില്ല. ഓയിൽ മെയിനായിട്ട് സ്റ്റീലിൻ്റെ ഗോൾഡൻ കളർ വരുന്നുണ്ട്, പിന്നെ റോസ് ഗോൾഡാണ് അടുത്തത് വരുന്നത്, പിന്നെ ഗ്രേ കളർ അങ്ങനെയല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് പോകുന്നത് ഗോൾഡൻ കളറാണ്. ബാക്കി രണ്ടും നമുക്കൊരു കസ്റ്റമർക്കും ഒരു താല്പര്യം തോന്നാത്തൊരു കളറാണ്. അപ്പോൾ നമ്മളിവിടെ ഏത് ക്വാളിറ്റിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഏത് ക്വാളിറ്റിയിലാണ് അവർക്ക് മെറ്റീരിയൽ വേണ്ടത്, അതേ മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് എങ്ങനെ അവർക്കൊരു താല്പര്യം ഉണ്ടാവും, ഇതുപോലെ അവർക്ക് വേണം, അവർ ക്യാഷ് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതുപോലെ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. അത് മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അവർ ഇതിലിപ്പോൾ സ്റ്റീലിൽ തന്നെ മാറ്റ് ഫിനിഷിങ് വരുന്നുണ്ട്, മിറർ ഫിനിഷിങ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ മിറർ ഫിനിഷിങ്ങിലാണ് ഈ റോസ് ഗോൾഡ്, ഗോൾഡൻ കളർ, ഇങ്ങനെയുള്ള കളറുകൾ വരുന്നത്. അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്തു. കിച്ചണിൽ യൂസ് ചെയ്യുന്നത് ഫുള്ള് 304 ഗ്രേഡ് സ്റ്റീൽ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അവിടെ ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളും ഈർപ്പം അങ്ങനെയെല്ലാം നല്ലൊരു ഏരിയയാണ്. അപ്പോൾ പെട്ടെന്ന് റസ്റ്റ് കാര്യങ്ങളൊക്കെ കയറാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതുകൊണ്ട് മാത്രമാണ് 304 പറഞ്ഞ ഗ്രേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം പോയിട്ട് അവർ ഏരിയ നോക്കും, പിന്നെ അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടാവും, ഈ ഭാഗത്ത് ഈ ഐറ്റംസ് വരണം, ചില ഭാഗങ്ങൾ വർക്കിംഗ് ടേബിൾ, ബർണർ, അതുപോലെ ഗ്രൈൻഡർ കാര്യങ്ങൾ, അങ്ങനെ അവർക്കൊരു ഏരിയ ബേസ് വെച്ചിട്ടൊരു ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് പ്രകാരമാണ് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അളവെടുക്കും, നമ്മളും അവരുടെ കൂടെ നിൽക്കും.
എന്നിട്ട് ഓരോ സെക്ഷനിൽ എങ്ങനെ വരണം എന്ത് വരണം എന്നുള്ളത് അവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്നത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ഗേജ് കാര്യങ്ങളാണ്. കുറഞ്ഞ മെറ്റീരിയൽ ഗേജ് നമ്മൾ യൂസ് ചെയ്യണില്ല. ഇനിയിപ്പോൾ നമ്മൾ ക്ലൈൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് അവരൊന്നും കൂടി നല്ല ഗേജിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഗേജ് കൂടിയ മെറ്റീരിയലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രേഡിന്റെ കാര്യങ്ങളാണെങ്കിലും ചിലർക്ക് ബഡ്ജറ്റ് പ്രശ്നം വരും, താൽക്കാലികമായിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങളാവും, ഫണ്ട് പ്രശ്നം കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഗ്രേഡ് മാറി പറയും, സെക്കൻഡ് ക്വാളിറ്റി ഗ്രേഡ് മതി പറയും, 202 പറയണത്, അതെല്ലാം വളരെ തിക്നെസ് കുറഞ്ഞ മെറ്റീരിയൽ മതി പറയും. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ല ക്വാളിറ്റി വരുന്ന പോലെ തന്നെ നമ്മൾ അതിനെ വർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പരമാവധി അവർക്ക് നമ്മൾ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ 4 പേരാണ് എനിക്ക് സ്ഥിരമായിട്ട് വർക്കേഴ്സുമാരുള്ളത്. പിന്നെ 2 പേര് പാർട്ട് ടൈം ആയിട്ട് ജോബിന് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടുകയാണ്, ഒരു കിച്ചൻ്റെ ഓർഡർ കിട്ടുകയെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇവിടുന്ന് ആദ്യം സെറ്റ് ചെയ്ത് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം അവിടെ കിച്ചണിൽ പോയിട്ട് അവർക്ക് അസംബിൾ ചെയ്ത് കൊടുക്കും. ഓൾറെഡി നമ്മുടെ അടുത്ത് ഡ്രോയിങ് ഉണ്ടാവും, അത് പ്രകാരം തന്നെ എല്ലാം അസംബിൾ ചെയ്ത് കൊടുക്കും. എൻ്റെ ഒരു ഡ്രീം പ്രകാരം ഇനിയും പുതിയ പുതിയ മെഷീനറികൾ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ചെയ്യണം തന്നെ എൻ്റെ ആഗ്രഹം. അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഡ്രോയിങ് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് പുതിയ പുതിയ മെഷീനറീസ് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഭാവിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷറി ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ, ഫർണിച്ചർ ഐറ്റംസ്, ഡൈനിങ് ടേബിൾ, ടീപ്പോയി, അതുപോലെ TV യൂണിറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഉള്ള കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ എല്ലാം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഒരു മിഡിൽ ക്ലാസ് മുതൽ ഹൈ VIP ആ റേഞ്ച് വരെ ലക്ഷറി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. പാവപ്പെട്ടവന് ഉപയോഗിക്കാൻ കഴിയണം, ക്യാഷ് ഉള്ളവനും ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന പോലെ ഏത് രീതിക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, പിന്നെ കുട്ടി ചെറിയ കുട്ടി 1 വയസ്സാവണമെന്ന്. ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടും കാര്യം നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓർഡർ തരികയാണ് പറഞ്ഞാൽ ആവറേജ് ഒരു 1 വീക്ക് ടൈം നമ്മൾ എന്തായാലും ചെറിയ ഐറ്റംസ് ഒക്കെയാണ് പറഞ്ഞാൽ 2 days 3 days വിളിച്ചിട്ടുണ്ട്. കുറച്ച് വലിയ എന്നു വെച്ചാൽ അതിന് ടൈമിംഗ് ഉണ്ട്, ഓരോ വർക്ക് ചെയ്യണം ഇത്ര സമയമുണ്ട്. ആ സമയം നമ്മളോട് മുൻകൂട്ടി അടുത്ത് പറയും. നമ്മൾ ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിന്റെ ഒരു ദിവസം മുന്നല്ലാതെ ആ ഒരു ദിവസം വരിക നമ്മൾ നിൽക്കില്ല. അതിന് മുന്നേ നമ്മൾ കസ്റ്റമർക്ക് ഐറ്റംസ് എത്തും. പുതിയതായിട്ട് ചിന്തിക്കുക, പുതിയതായിട്ട് തുടങ്ങുക. ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പി അടിച്ച് ചെയ്യാതിരിക്കുക. നമ്മുടെ അറിവും നമ്മുടെ ഇതും വെച്ച് പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കാനും അതായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ട് കുറേ നമ്മൾ പുറത്തും, ഇപ്പോൾ കോയമ്പത്തൂർ കുറച്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്, ദുബായിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും വർക്കുകളെ കുറിച്ച് പുതിയ പുതിയ ഐഡിയകൾ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം നമുക്കൊരു അറിവായതിനു ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. മണ്ണാർക്കാട് പാലക്കാട് റൂട്ട് ചെറുക്കപ്പടിയിൽ നിന്ന് കായറപ്പുഴ പോണ റോഡ്, അവിടെ കൊറ്റശ്ശേരി സ്കൂളിന്റെ ഓപ്പോസിറ്റ് കുമ്പളഞ്ചോല റോഡുണ്ട്. അവിടെ ആ റോഡ് കയറുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് റൈറ്റ് സൈഡ് ഷോപ്പാണ്. വെൽടെക് എക്യുപ്മെന്റ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ.